നമ്മളങ്ങനെ ഒരു സ്പെഷ്യൽ ഡെസ്റ്റിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ശരിക്കുള്ള ഭംഗികൾ നമുക്ക് ആസ്വദിക്കാം. ഓക്കേ, നമ്മളപ്പോൾ അവിടെ പയ്യെ ഇവരുടെ ക്രൂസിലേക്ക് കയറാമാണ്. ഒരു നൈറ്റ് ഫാമിലി പാഡി ക്രൂസ്. ഒരു ചെറിയ 1 മണിക്കൂറുള്ള ഒരു കപ്പൽ യാത്രയാണ്. നല്ല രസമുള്ള മനോഹരമായ ഒരു കപ്പൽ യാത്ര. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തായാലും ഇവിടെ വന്നു, ഒന്ന് കയറി നോക്കിക്കാം. എന്തേ കയറി നോക്കാമെന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ ആർഭാടത്തിൻ്റെ, അതായത് എൻ്റർടൈൻമെൻ്റ്, വിനോദത്തിൻ്റെ പരദേശയിലേക്കാണ് നമ്മളിപ്പോൾ ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. മനസ്സിന് സന്തോഷം നൽകുന്ന വളരെ ഒരു പാർട്ടി മൂഡെന്ന് വെച്ചാൽ ഒരു ഫാമിലി പാർട്ടി മൂഡുള്ള ഒരു അടിപൊളി സ്ഥലം എന്ന് തന്നെ പറയാം. നല്ല ബെസ്റ്റ് ഫ്രെയിം അല്ലേ സൺസെറ്റ്. ഇതിലും മനോഹരമായ ഫ്രെയിമുകൾ നമുക്കിവിടെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയ്ക്ക് നിറയെ കാര്യങ്ങൾ ലഭിക്കും, ഒത്തിരി നല്ല വിഷ്വൽ ബ്യൂട്ടികൾ ലഭിക്കും, നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിംസുകൾ ലഭിക്കും എന്ന വിശ്വാസത്തിലാണ് നമ്മളിതിലേക്ക് കയറിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാർട്ടി എല്ലാം ഉണ്ട്, ഫാമിലി പാർട്ടീസ് ഉണ്ട് ഉള്ളിൽ, നല്ല അടിപൊളിയായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്, ഒത്തിരി വിശേഷങ്ങളുണ്ട് എന്നെല്ലാം അറിയാം. ആ ജങ്കാർ വരുന്നതുണ്ടാവും. നമ്മൾ ആദ്യം ഒരു ഷോട്ടിൽ കണ്ടില്ലേ, ആ ജങ്കാർ കരയ്ക്ക് അടുപ്പിച്ച് വെച്ചാൽ അത് വരുന്ന റൂട്ടാണത്. ഭയങ്കര രസമാണല്ലേ ഫ്രെയിംസുകൾ കാണാനായിട്ട്. നമ്മൾ ചുമ്മാ ക്യാമറ തുറന്ന് വച്ചാൽ തന്നെ ഒരു വല്ലാത്ത ബ്യൂട്ടിയാണ് ഇവിടെയെല്ലാം കാണുവാനായിട്ട്. പ്രകൃതിയുടെ ഇടയിലൂടെ ഇതുപോലെ, ഇത് നമ്മുടെ കാസിനോ ഷിപ്പാണ് കേട്ടോ. നമ്മളിതിനു മുമ്പ് കാസിനോ ഷിപ്പിൽ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്ത് വാവ്, നോ വേ, വണ്ടർഫുൾ ഫ്രെയിം. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഫ്രെയിം. എന്താ രസം നോക്കി. എനിക്ക് സൂം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ സൂം ചെയ്താൽ ക്വാളിറ്റി പോകുമെന്നൊരു പേടിയുണ്ട്. കാരണം ആ ബോട്ടിന് ഫോർഗ്രൗണ്ടിൽ വെച്ചിട്ട് ആ സൂര്യാസ്തമയം നേരെ ഒന്ന് എടുത്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയമാണ്. വാ, ക്രോസിങ് അടിപൊളി. പ്രതീക്ഷിക്കാതെ ചില സിറ്റുവേഷൻസ് നമുക്കിതുപോലെ കിട്ടും. കണ്ടോ രസമല്ലേ? ഇതിങ്ങനെ വീണ് കിട്ടുന്ന ചില മുഹൂർത്തങ്ങളാണ് ജീവിതത്തിൽ. അപ്പോൾ നമ്മൾക്ക് പതിയെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഡെക്കിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അപ്പോൾ മുകളിലേക്ക് നമുക്ക് പതിയെ ചുവട് വെച്ച് കയറി കഴിഞ്ഞാൽ മുകളിൽ പാർട്ടി മോഡ് സ്റ്റാർട്ടഡ്. ഒരു ടീ സ്റ്റാളുണ്ട്. ജങ്കാർ അങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു ഫ്രെയിം വെച്ച് നോക്കാവേ നമുക്ക്. നല്ല ഫ്രെയിം. ആളുകൾ കുരുകുരാന്ന് പോകുന്ന കാണുമ്പോൾ രസമല്ലേ? അടിപൊളി. നല്ലൊരു സായാഹ്നം നമുക്ക് സമ്മാനമായി ലഭിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. നൈസല്ലേ? അപ്പോൾ നമുക്ക് ബോട്ട് മൂവായിട്ട് ഒരു കിടിലൻ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, ലൈറ്റൊക്കെ വീണ് തുടങ്ങിയില്ലേ? നമ്മുടെ കാസിനോസിലൊക്കെ ലൈറ്റ് വീണ് തുടങ്ങി. നിറയെ ലൈറ്റ് ഉള്ള ബോട്ട്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് നമ്മുടെ മിരാമാർ ബീച്ചാണ്. ആ കോർണർ കാണുന്നില്ലേ? നമ്മൾ മിരാമാർ ബീച്ചിൻ്റെ ഭാഗമാണ് കേട്ടോ. അത് ഭയങ്കര രസമാണത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എപ്പിസോഡ്സുകൾ നോക്കിയാൽ അറിയാൻ പറ്റും. ലൈറ്റ് വീണ് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമാണല്ലേ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട്. വാ, എന്താ അതിൻ്റെ ഭംഗി! എൻ്റെ നമ്മൾ ഡെക്കിൽ നിന്ന് നോക്കുമ്പോൾ ബോട്ട് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഒരു രസമല്ലേ? അതൊരു വല്ലാത്ത ഫീലുണ്ട്. അത് നേരെ പോകുന്നത് കാസിനോയിലേക്കാന്ന് തോന്നുന്നു കേട്ടോ. അതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. ആ കാസിനോസിൻ്റെ ആ ഗോൾഡൻ കളറിലുള്ള ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ നോക്കി, എന്ത് രസമല്ലേ അത്! എനിക്ക് എന്ത് പറയണം എന്നറിഞ്ഞൂടാ. അത്രയ്ക്ക്
മനോഹരമായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോവൻ കാഴ്ചകൾ. നമുക്ക് അടുത്ത ഒരു ഫ്രെയിമിലേക്ക് പോയി നോക്കാം. എന്തൊക്കെ എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിഞ്ഞൂടാ, അത്രയ്ക്ക് രസമാണ് ഇവിടെ എല്ലാം കാണുവാനായിട്ട്. അപ്പം നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഒരിക്കലും ഈ ബോട്ട് ട്രിപ്പ് മിസ് ചെയ്യരുത്. നൈറ്റ് ആ ലൈറ്റ് വീണപ്പോൾ റോസ് കളറിലുള്ള അസ്തമയ സൂര്യൻ്റെ റിഫ്ലക്ഷൻ ലൈറ്റും എല്ലാം കൂടി ചേർന്നിട്ട് ഏതോ ഒരു ലോകത്തിലേക്ക് നിൽക്കുന്ന പോലെ അല്ലേ. എന്ത് പറയാൻ, എങ്ങനെ വർണ്ണിക്കാൻ, എങ്ങനെ വർണ്ണിച്ചാൽ തീരും, അതാണ് അതിലും വലിയ കോമഡി. സൂപ്പർബായിട്ടുണ്ടല്ലേ. ഞാൻ ഈ PBS ഡേ എന്ന എൻ്റെ നെറ്റ്വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഈ വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ 2-3 കാര്യങ്ങളേ ഉള്ളൂ. അതൊരു വ്ളോഗ് ടൈപ്പ് ആകരുത്, എന്നാൽ മനസ്സിന് സന്തോഷം നൽകുന്ന, മനസ്സിന് ഒരു ഉന്മാദം നൽകുന്ന, നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, മനസ്സിൽ സ്വപ്നങ്ങൾ കാണുന്ന പല ഫ്രെയിമുകൾ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റണം. അത് വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആദ്യം മുതലുള്ള ആഗ്രഹം. ഒരുപക്ഷെ ഒരു പരിധി വരെ എനിക്കത് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിവേ PBS ഡേ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു കാഷ്വൽ വ്ളോഗ് മോഡിലല്ല നമ്മളത് ട്രാവൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള വിഷ്വൽസാണ് ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ട്. കൂടുതൽ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിവേ ഞാൻ കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. നല്ല ഫ്രെയിമുകളുള്ള സ്ഥലങ്ങളിലൂടെ, നല്ല ഫ്രെയിമുകളിലൂടെ നമുക്ക് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബാച്ചിലേഴ്സ് മാത്രമല്ല, ഫാമിലീസ് ഒത്തിരി വന്ന് പോകുന്ന സ്ഥലമാണ്. നമ്മുടെ കൊച്ചിയിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ, നമ്മുടെ എറണാകുളത്തുണ്ട്, മേനകയിലുണ്ട്. പക്ഷേ ഇത്രയും വൈഡല്ലെന്ന് മാത്രം ഉണ്ട്. പിന്നെ നമ്മുടെ എറണാകുളത്ത് നമ്മുടെ വാട്ടർ മെട്രോ ഒക്കെ ഭയങ്കര രസമാണ്. നൈറ്റിൽ ട്രാവൽ ചെയ്ത് നോക്കണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി. നമുക്കൊരു ചെറിയ വീഡിയോ ചെയ്യണം അവിടെ വന്നിട്ട്. നൈസല്ലേ? അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരിക്കലെങ്കിലും ഗോവ സന്ദർശിക്കുക എന്നേ പറയാനുള്ളൂ. ഭയങ്കര രസമാണ്. നമ്മുടെ കൊച്ചിയിലും ഉണ്ട് കേട്ടോ, കൊച്ചിയിലുണ്ട് ഈവനിങ് ബോട്ടിംഗ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ബോട്ടിംഗ് ഒരു വേറെ സ്റ്റൈലാണ്, കൊച്ചിയിൽ വേറെ. കൊച്ചിയിലെ നല്ല ഷിപ്പ് യാർഡിലേക്ക് വഴി കറങ്ങി ഇങ്ങനെ പോകും. ഇവിടെ കാസിനോ ക്രൂസൊക്കെ ചുറ്റി വേറൊരു സ്റ്റൈലാണ്. ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിൽ എത്രമാത്രം ആഗ്രഹിക്കുന്നോ ആലോചിക്കുന്നോ അതിനേക്കാളൊക്കെ ഒത്തിരി ഉപരി ആയിട്ടുള്ള ഒരു എന്താ പറയുക വിഷ്വൽ ഇമ്പാക്റ്റ് നമുക്ക് ഈ മണ്ഡോവി നദിയിലെ ആ ഒരു ബോട്ടിങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതോ കണ്ടില്ലേ, എന്താ രസം അത്, അതിൻ്റെ ആ റിഫ്ലക്ഷൻ കണ്ട ആ ബോട്ടിൻ്റെ ഭയങ്കര ഭംഗിയാണല്ലേ. ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നും, ഒരു കുറച്ച് നേരം കണ്ണെടുക്കാതെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നും. അത്ര മനോഹരമാണ് ഇവിടുത്തെ വിഷ്വൽസ് എല്ലാം. ഞാനിപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നതിനേക്കാളും ഭയങ്കര ബ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാനായിട്ട്. അത് എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പരിമിതികളുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ലെൻസുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഒത്തിരി പരിമിതികളുണ്ട്. പൗലോ ക്രൂസ് കൊള്ളാല്ലേ, അതും ക്രോസ് ചെയ്ത് പോകുന്നു. ഇങ്ങനെ ഒപ്പിയെടുക്കാനായിട്ട് ക്യാമറ കൈ കൊണ്ട് മാറ്റാൻ തോന്നുന്നില്ല ആ ബ്യൂട്ടി കണ്ടിട്ട്. എനിവേ ഗോവ ഒരു പരദീസ തന്നെയാണ്, വിനോദങ്ങളുടെ പരദീസ. നമുക്ക് എന്ത് പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒത്തിരി ഉപരി ഗോവ നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഈ സായാഹ്നത്തിൻ്റെ ഒരു ബ്യൂട്ടി വൈഡിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട്, കിടുവല്ലേ? നമുക്കൊരിക്കലും ഇതൊന്നും എന്താ പറയുക, ഒരിക്കലെങ്കിലും ഇതൊന്നും വന്ന് കണ്ട് ആസ്വദിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ചിട്ട് പോയി ഈ പ്രകൃതിയോട് അലിഞ്ഞിട്ട് എന്നാ കാര്യം?
അടിപൊളി. പെട്ടെന്ന് ക്രോസ് ചെയ്ത് വന്നതാണ് കേട്ടോ. ഫിഷിംഗ് ബോട്ടാണ്. എന്ത് രസമാണെന്നറിയാം. അത് അടുത്ത് വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഷോട്ട് ഞാൻ അപ്പുറത്തേക്ക് അടിപൊളി ദേ വന്നു. ഞാൻ അപ്പുറത്ത് ഇങ്ങനെ ഷോട്ട് വെച്ച് നോക്കുമായിരുന്നു. അപ്പോഴാണ് ദേ വന്നത് ഇവന്മാർ. ഇതിൻ്റെ വേറൊരു സംഭവം കൂടി വരുന്നുണ്ട്. അത് അടുത്തേക്ക് വരുമെന്ന് നോക്കട്ടെ. ചിലപ്പോൾ അടുത്ത് വന്നാൽ ചിലപ്പോൾ ലൈറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ഫിഷിംഗ് ബോട്ട്സുകളുടെ ബ്യൂട്ടി ഒരു വല്ലാത്ത ബ്യൂട്ടിയാണല്ലേ. എന്താ രസമല്ലേ ഇത്. അപ്പം അങ്ങോട്ട് ചെല്ലട്ടെ. നൈസല്ലേ. അതിൻ്റെ പുറകിലൊരു ഇതും ചെറിയ ബോട്ടിനെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ ഒരു സ്പെഷ്യൽ കാഴ്ചകളാണ്, വീണ് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ എന്ന് മാത്രമേ നമുക്കിതിനൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റൂ. എന്തായാലും ഇനി നമുക്ക് നമ്മുടെ DJ എങ്ങനെയുണ്ടെന്ന് നോക്കാം. DJ കൊള്ളാം. DJയിൽ നമുക്ക് പൊളിക്കാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ബാച്ചലർ ആയതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് നടക്കാനേ പറ്റുള്ളൂ. ഫാമിലി ക്രൗഡാണ്, കണ്ടല്ലേ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു വല്ലാത്ത പാർട്ടി മൂഡാണ്. ഇത് ഡെയിലി ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് വേറൊരു ഒരു ബോട്ടിൻ്റെ ക്രോസിങ് വരും. നമുക്ക് നല്ലൊരു ഫീല് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര രസമുള്ളൊരു ഫീല് കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കാം നമുക്ക്. അതിൻ്റെ റിഫ്ലക്ഷനോടുകൂടി വരുമ്പോൾ വല്ലാത്തൊരു ഫീലുണ്ടല്ലേ. നമ്മൾ ടൈറ്റാനിക് പടത്തിലേക്കൊരു ഫീല് അല്ലേ, അതങ്ങ് മാറുമ്പോൾ അതിൻ്റെ പുറകിലൊരു സംഭവം ഉണ്ട് കേട്ടോ. യെസ്, നല്ല ഫ്രെയിമല്ലേ. പുറകിൽ ആ ഒരു ഗോൾഡൻ കളറിലുള്ള ഇതിൻ്റെ റിഫ്ലക്ഷനും ഈ ബ്ലൂ കളറിലുള്ള റിഫ്ലക്ഷനും കൊണ്ട് ചേർത്തിട്ട് നൈസല്ലേ. ഒരു മാന്ത്രിക ഫ്രെയിം എന്നൊക്കെ പറയാം. അപ്രതീക്ഷിതമായി കിട്ടിയതാണ് അതൊക്കെ. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സായാഹ്നമാണ് നമുക്ക് കിട്ടിയത്. ഞാൻ ശരിക്കും ഇതിലേക്ക് വരുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ കുറച്ച് ശരി ഓക്കെ, ഒരു DJ പാർട്ടി ഉണ്ടാവും, ഒരു സായാഹ്നം ഇതെടുക്കാം, നമുക്കൊരു സൺസെറ്റ് എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും, ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ എനിക്ക് ഒരു സാധാ സദ്യ ആലോചിച്ചിട്ട് വന്നിട്ട് എനിക്ക് കിട്ടിയത് ചിക്കൻ ബിരിയാണി ആയിപ്പോയി. അതൊരു സന്തോഷമുണ്ട്. എന്തായാലും നമ്മൾ കാസിനോസിൻ്റെ നൈറ്റ് ലൈറ്റ് വീഴുന്നതിന് ശേഷമുള്ള ബ്യൂട്ടിയാണത്. അതൊക്കെ കാസിനോസാണ്. കാസിനോസിനെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫുള്ള് ചെയ്തിട്ടുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന പോലെ തന്നെ ഒരു ബോട്ടാണത്. അതിന് മുകളിൽ ആൾക്കാരുണ്ട്. യെസ് യെസ് യെസ്, അതടുത്താണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഇനിയും നമ്മളുടെ യാത്രകൾ തുടരും. പുതിയ പുതിയ ചിന്തകളും പുതിയ പുതിയ കാഴ്ചകളുമായി പുതിയ പുതിയ ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങും. നല്ല നല്ല ഫ്രെയിമുകൾ നമുക്ക് കിട്ടട്ടെ, നല്ല സന്തോഷമുള്ള വീഡിയോസ് നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമുക്ക് സ്വയം ആശ്വസിക്കാം. ഓക്കെ, ബൈ.